ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിൽബേർട്ട് സ്പേസ് അല്ലേ? ഹിൽബേർട്ട് സ്പേസ് ആണ്. അപ്പോൾ ഹിൽബേർട്ട് സ്പേസിൽ നമുക്ക് ഓർത്തോനോമൽ ബേസിസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് സെപ്പറബിൾ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റിസൾട്ടും അതുപോലെ തന്നെ പ്രൊജക്ഷൻ വെക്റ്റർ. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ, ഒരു വെക്റ്ററിൻ്റെ പ്രൊജക്ഷൻ്റെ പ്രോപ്പർട്ടികളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ് സെപ്പറബിൾ സ്പേസ് എന്നുള്ളതാണ് അല്ലേ? ഒരു കൗണ്ടബിൾ ഡെൻസ് സബ് സ്പേസ് ഉണ്ടെങ്കിൽ, സബ്സെറ്റ് ഉണ്ട് എങ്കിൽ അങ്ങനത്തെ സ്പേസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സെപ്പറബിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം ഒരു റിസൾട്ടാണ്. ഏതെങ്കിലും രണ്ട് സെപ്പറബിൾ ഹിൽബേർട്ട് സ്പേസുകൾ H1 ആൻഡ് H2 അതിന് ഐസോമെട്രിക്കലി ഈക്വാലൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഐസോമെട്രിക്കലി ഈക്വാലൻ്റ് എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ്. അതായത് അവിടെ ഒരു ലീനിയർ ഐസോമോർഫിസ് ഉണ്ടായിരിക്കും. അതായത് നോം ഓഫ് ഐസോമെട്രി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഐസോമോർഫിസ് ഉണ്ടായിരിക്കും. ഐസോമെട്രി എന്താ അറിയാലോ, നോം ഓഫ് ടി ഓഫ് എക്സ് ഈക്വൽ ടു നോം ഓഫ് എക്സ് അല്ലേ? അത് മാത്രമല്ല, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടി ഓഫ് എക്സ് കോമ ടി ഓഫ് വൈ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തിയറാണിത്. അതായത് ഏതൊരു രണ്ട് സെപ്പറബിൾ ഹിൽബേർട്ട് സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഐസോമെട്രിക്കലി എന്തായിരിക്കും, ഈക്വാലൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഉള്ളത്. ഓക്കെ, അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഏത് രണ്ട് സെപ്പറബിൾ ഹിൽബേർട്ട് സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിലും അതെന്തായിരിക്കും, ഐസോമെട്രിക്കലി ഈക്വലൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രൂഫ് H1ഉം H2 രണ്ട് സെപ്പറബിൾ ഹിൽബേർട്ട് സ്പേസുകളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിയറം പ്രകാരം പഠിച്ചിട്ടുണ്ട്, സെപ്പറബിൾ ആണെങ്കിൽ ദർ എക്സിസ്റ്റ് ഓർത്തോനോമൽ ബേസിസ്. അപ്പം H1ന് കറസ്പോണ്ടിങ് ആയിട്ട് FI ആണ് ഓർത്തോനോർമൽ ബേസിസ്. അതുപോലെ തന്നെ EI ആണ് ആർക്ക്, ഏത് H2ൻ്റെ ഓർത്തോനോർമൽ ബേസിസ് എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഏതൊരു എക്സ് H1ൽ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ ലീനിയർ കോമ്പിനേഷൻ വിത്ത് FI ആക്കി എഴുതാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ സ്കേലാർസ് എപ്പോഴും ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ FI ഫോമിലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അല്ലേ, സ്കേലാർ ഫോം അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. AI നമ്മൾ ഒരു തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്, തൊട്ട് മുമ്പത്തെ തിയറത്തിൽ. അപ്പം തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ FI ഇൻറ്റു FI, എക്സിന് അങ്ങനെ ഇതാ. അപ്പം നോം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സിഗ്മ I ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ FI സ്ക്വയർ അല്ലേ? ഇത് എവിടുന്ന് കിട്ടും, ഇതാ ഇതിൽ നിന്നും ഇതിനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ കിട്ടുന്നതാണ് നോം എക്സ് സ്ക്വയർ. ഇന്നർ പ്രോഡക്റ്റ് നോം എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ എക്സ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഒരു പ്രോപ്പർട്ടി ഇത് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നോം എക്സ് സ്ക്വയർ എന്നാണ് നോം ഓഫ് ടി എക്സ് സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് ഒരു ലീനിയർ മാപ്പ്. ടി ഓഫ് എക്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാണ്. ടി എക്സ് ഈക്വൽ ടു എന്താണ്, ടി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്, സിഗ്മ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ FI ഇൻറ്റു FI ആണ്. ആ FIൻ്റെ സ്ഥാനത്ത് EI ആക്കി മാറ്റുക. അപ്പോൾ EI ആക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ FI എന്താണ്, ഒരു സ്കേലാറാണ് വിച്ച് ബിലോങ്സ് ടു C. ഓക്കെ അല്ലേ, അത് ഫീൽഡിൽ ഉണ്ടാകുന്ന ഒരു സ്കേലാറാണ്. പക്ഷേ ഇവിടെ EI എവിടെയുള്ള H2ലുള്ള എലമെൻ്റാണ്. ഇപ്പോൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് EIs എവിടെ ഉണ്ടായിരിക്കും, H2ലുണ്ടായിരിക്കും. അപ്പോൾ ടി ഓഫ് എക്സ് എവിടെ ഉണ്ടായിരിക്കും, H2ലുള്ള ഒരു എലമെൻ്റാണ്. അപ്പോൾ ഇങ്ങനെ ലീനിയർ ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഐസോമോർഫിസം, ഇതൊരു ഐസോമോർഫിസം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലരും ഐസോമോർഫിസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നോം ഓഫ് ടി എക്സ് സ്ക്വയർ ആണ്. നോം ഓഫ് ടി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ടി എക്സ് കോമ ടി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്ലൈ ചെയ്യുക ഡെഫിനിഷൻ പ്രകാരം, ഇന്നർ പ്രോഡക്റ്റ് സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ FI ഇൻറ്റു EI അല്ലേ? ജസ്റ്റ് നോക്കുക ടി എക്സ് എന്താ. അതുപോലെ തന്നെ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ FI ഇൻറ്റു EI. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എക്സ് കോമ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ FIയും ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ FI എന്താണ്, സ്കേലാർസ് ആണ്. ടേക്ക് ഔട്ട് സൈഡ്. അപ്പം സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ FIനെ പുറത്തെടുത്തു. ഇവിടുന്ന് പുറത്തെടുക്കുമ്പോൾ കോഞ്ചുഗേറ്റ് ആണ് പുറത്ത് വരിക, ഇസിൻറ്റ് ഇറ്റ് അല്ലേ? ഇന്നർ പ്രോഡക്റ്റ് സ്പേസിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം
അപ്പോൾ കോഞ്ചുഗേറ്റ് പുറത്തെടുക്കുമ്പോൾ കോഞ്ചുഗേറ്റ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ഇവിടെ ബാക്കി ഉണ്ടാവുന്ന കുഞ്ഞാപ്പു ഇ ഐസുകളാണ്. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഇ ഐ കോമ ഇ ഐ. ഇന്നർ പ്രോഡക്റ്റ് ഇ ഐ കോമ ഇ ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് കോഞ്ചുഗേറ്റ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഇന്നർ പ്രോഡക്റ്റ് ഇ ഐ കോമ ഇ ഐ ഈക്വൽ ടു 1 ആവാൻ കാരണം? ഇ ഐസ് ആർ ഓർത്തോനോമൽ. ഓർത്തോനോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോം ഇ ഐ ഈക്വൽ ടു എന്താണ് 1 ആണ്. അതപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് നോം ഈ ഇന്നർ പ്രോഡക്റ്റ് ഇ ഐ കോമ ഇ ഐ എന്ന് പറഞ്ഞാൽ നോം ഇ ഐ സ്ക്വയർ എന്നാണ്. നോം ഇ ഐ സ്ക്വയർ 1 ആയി പോകുന്നത് കൊണ്ടാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇത് കിട്ടി. ഇതെന്താ സാധനം? സിഗ്മ 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ സ്ക്വയർ ആണ് അല്ലേ? കാരണം ആൽഫ ഇൻറ്റു കോഞ്ചുഗേറ്റ് ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ. ദാറ്റ് അതേ മോഡലിൽ തന്നെയാണ് മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് സിഗ്മ 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ എഫ് ഐ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇതാണ് നമ്മളുടെ നോം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ്? ഐസോമെട്രി ആണ് എന്ന് കിട്ടി. ഐസോമോർഫിസം ഐസോമെട്രി ആണ് എന്ന് കിട്ടി. ശരി. അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? എന്തായിരുന്നു? ഇന്നർ പ്രോഡക്റ്റുകൾ ഈക്വൽ ആണ് എന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 എലമെൻറ്റുകൾ എടുത്തു. എക്സ് കോമ വൈ ബിലോങ്സ് ടു H1 എന്ന് എടുത്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ രണ്ടിനെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ഐസ് ആക്കി എഴുതാം. അതായത് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഈക്വൽ ടു സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ ഇൻറ്റു എഫ് ഐ എന്നും വൈ ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐ ഇൻറ്റു എഫ് ഐ എന്നും എഴുതാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ടി ഓഫ് എക്സ് അല്ലേ? അത് അപ്പോൾ നമുക്ക് ഇനി ഇന്നർ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ സ്ഥാനത്ത് ഈ 2 കുഞ്ഞാപ്പുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ ഇൻറ്റു എഫ് ഐ സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐ ഇൻറ്റു എഫ് ഐ. അപ്പം ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐയും ഇവിടുത്തെ ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐയും എന്താണ്? സ്കേലാറാണ്. ടേക്ക് ഔട്ട് സൈഡ്. അങ്ങനെ വരുമ്പം പ്രോപ്പർട്ടി പ്രകാരം സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ ഇവിടെ പുറത്തെടുക്കുന്നുണ്ട് എങ്കിൽ വൈ കോമ എഫ് ഐനെ ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐനെ പുറത്തെടുത്താൽ കോഞ്ചുഗേറ്റ് ആണ്. ദാറ്റ് ഈസ് കോഞ്ചുഗേറ്റ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐ ഇൻറ്റു പിന്നെ ആരാണ്ടാകുക? എഫ് ഐ ഇൻറ്റു എഫ് ഐ കോമ എഫ് ഐ ആണ്. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് എഫ് ഐ കോമ എഫ് ഐ. അപ്പോൾ നമുക്ക് എഫ് ഐ കോമ എഫ് ഐ എന്താണ്? 1 ആണ് അല്ലേ? ഇന്നർ പ്രോഡക്റ്റ് എഫ് ഐ കോമ എഫ് ഐ 1. ദെർഫോർ യു വിൽ ഗെറ്റ് 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ ഇൻറ്റു കോഞ്ചുഗേറ്റ് ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐ എന്ന് കിട്ടി. ഇതെന്നാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? ടി ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ടി ഓഫ് എക്സ് കോമ ടി വൈ കിട്ടേണ്ടത് ആണെങ്കിൽ ഈക്വൽ ആണ് എന്ന് പറയാം. അപ്പം ടി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? ഇന്നർ പ്രോഡക്റ്റ് 1 ബൈ ദി ഡെഫിനിഷൻ പ്രകാരം 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ ഇൻറ്റു ഇ ഐ ആൻഡ് ടി വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐ ഇൻറ്റു ഇ ഐ ആണ്. ഇനി അപ്ലൈ ചെയ്യാം. ഇന്നർ പ്രോഡക്റ്റ് ടി എക്സ് കോമ ടി വൈ ഈക്വൽ ടു എന്താണ്? ബൈ ദി ഡെഫിനിഷൻ ഇന്നർ പ്രോഡക്റ്റ് സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ ഇൻറ്റു ഇ ഐ കോമ ഇന്നർ പ്രോഡക്റ്റ് 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐ ഇൻറ്റു ഇ ഐ. ഇനി ഇത് സ്കേലാറാണ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ. ഇവിടെയും സ്കേലാറാണ് ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐ. ടേക്ക് ഔട്ട് സൈഡ് എടുക്കുമ്പം ഇന്നർ പ്രോഡക്റ്റ് 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് 1 to ഇൻഫിനിറ്റി ഇന്നർ സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ ഇൻറ്റു ഇന്നർ കോഞ്ചുഗേറ്റ് ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐ. പിന്നെ ആരാ വരുന്ന ഇന്നർ പ്രോഡക്റ്റ്? ഇവിടെ ആരാ ഉള്ളത് ബാക്കി? ഇ ഐ കോമ ഇ ഐ. ഇ ഐ കോമ ഇ ഐൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. ദെർഫോർ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ, കാരണം എന്തുകൊണ്ട്? ഓർത്തോനോമൽ ബേസിസ് ആയതുകൊണ്ട് അല്ലേ? സിഗ്മ 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഐ ഇൻറ്റു കോഞ്ചുഗേറ്റ് ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ എഫ് ഐ. ഇതെന്നാണ് ആരും ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ എന്നുള്ളത് നമ്മൾ മുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായി? ആൻസർ ആയി കഴിഞ്ഞു. ശരി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രൊജക്ഷനാണ്. അതുപോലെ തന്നെ അതിൽ നിന്നും എങ്ങനെ പ്രൊജക്ഷൻ ആവും, ഒരു ഓർത്തോഗണൽ എലമെൻറ്റ് പ്രൊജക്ഷൻ ആവുമോ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രൊജക്ഷൻ എന്നുള്ളതാണ്. അതായത് എൽ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് ആണ് ഹിൽബർട്ട് സ്പേസിൻ്റെ. ഇവിടെ ഹിൽബർട്ട് സ്പേസ് എന്താണ്? സെപ്പറബിളിലെ കേസാണ് ആദ്യത്തെ പറയുന്നത്. പിന്നെ നമ്മൾ സെപ്പറബിൾ അല്ലാത്ത കേസും പറയുന്നുണ്ട് കേട്ടോ. 2 കേസും പറയുന്നുണ്ട്.
ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെപ്പറബിളിൻ്റെ കേസാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് സെപ്പറബിൾ ആണെന്നൊന്നും പറയുന്നില്ല, ഓർത്തോനോമൽ ബേസിസ് ഉണ്ട് എന്ന് പറഞ്ഞാലും മതി, അത് സെപ്പറബിൾ ആവും. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലേ കൗണ്ടബിൾ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടോ അല്ലേ, കൗണ്ടബിൾ ഡെൻസ് സെറ്റ് ഉണ്ട് എങ്കിൽ സെപ്പറബിൾ ആണെന്ന് പറയും. അപ്പോൾ സ്പാൻ ഓഫ് EIs എന്തായിരിക്കും? കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെപ്പറബിൾ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഡെൻസ് സെറ്റ് ആയിരിക്കും, കൗണ്ടബിൾ ഡെൻസ് സെറ്റ്. ആ സ്പാൻ എടുക്കുമ്പോൾ ഡെൻസ് സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ അത് ഉറപ്പായിട്ടും അപ്പം Hന് സെപ്പറബിൾ ആണെന്ന് പറയാം. ഒരു രീതി അങ്ങനെ, അല്ലെങ്കിൽ സെപ്പറബിൾ ആണ് നേരിട്ട് തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, രണ്ട് രീതിയും പറയാം. ഓക്കെ, എൽ ബി എ ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് ഹിൽബർട്ട് സ്പേസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രൊജക്ഷൻ? ഒരു എച്ചിലുള്ള ഒരു എലമെൻറ്റിൻ്റെ പ്രൊജക്ഷൻ ആ സബ് സ്പേസിൽ ഓൺ ടു എൽ എന്താണെന്നുള്ളതാണ്. അതിന് മുമ്പ് നമ്മളൊരു ഡെഫിനിഷൻ ഉണ്ട്. റോ ഓഫ് എക്സ് കോമ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു എൽ. ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിമം ഡിസ്റ്റൻസ് ആണ്. എക്സിൽ നിന്നും എല്ലിലെ ഏറ്റവും അടുത്ത് കിടക്കുന്ന എക്സുമായിട്ട് ഏറ്റവും എൽ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. ആ എൽ എന്ന് പറയുന്ന സെറ്റുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന എക്സുമായിട്ട് അടുത്ത് കിടക്കുന്ന ആരാടോ എലമെൻ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ്. അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് സത്യത്തിൽ എന്താ പറയുന്നത്? റോ ഓഫ് എക്സ് കോമ എൽ എന്ന് പറയുന്നത്. അതായത് ഇൻഫിമം ഡിസ്റ്റൻസ് ഫ്രം എക്സ് കോമ വൈ, എക്സ് നോം ഓഫ് എക്സ് മൈനസ് വൈ അല്ലേ? അതായത് ഇൻഫിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഫിമം ഓഫ് നോം ഓഫ് എക്സ് മൈനസ് വൈ വേർ വൈ ബിലോങ്സ് ടു എൽ. ഇതെന്താണ്? മെട്രിക് ആണ് സത്യത്തിൽ അല്ലേ? മെട്രിക് ഇൻഡ്യൂസ്ഡ് ബൈ നോം, നോം ഇൻഡ്യൂസ്ഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ്. ഇസിൻറ്റ് ഇറ്റ്? നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വൈയിനെ നമ്മൾ പ്രൊജക്ഷൻ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു വൈയിനെ നമ്മൾ പ്രൊജക്ഷൻ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഇനി അടുത്തത് അതാണ് പറയുന്നത്. ഒരു വൈ ഉണ്ട് എല്ലിൽ ആ കുഞ്ഞാപ്പൂനെ നമ്മൾ എന്ത് പ്രൊജക്ഷൻ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് റോ ഓഫ് എക്സ് കോമ എൽ, അതായത് ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു എൽ എന്ന് പറയുന്നത് നോം ഓഫ് എക്സ് മൈനസ് വൈ ആണ് എങ്കിൽ ഈ വൈയിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത്? പ്രൊജക്ഷൻ. ഓക്കെ, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എഴുതുന്നത് y ഈക്വൽ ടു പി എൽ ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു എൽ എന്നാണ് ഇതിൻ്റെ പറയുക. ഇതിനെ സിമ്പിൾ ചെയ്യുന്നത് പി എൽ എഫ് എക്സ് എന്നാണ്. പി എൽ ഓഫ് എക്സ് അല്ലെങ്കിൽ പി സഫിക്സ് എൽ ഓഫ് എക്സ് എന്നും പറയും. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് പറയാം വൈ ഈസ് എ പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു എൽ. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നെങ്കിൽ ലെറ്റ് എൽ ബി എ ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് എൻ ഹിൽബർട്ട് സ്പേസ് എൽ, separable Hilbert space H, then prove that എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ let EI be an orthonormal basis in L and let X belongs to H, then prove that Y equal to sigma 1 to sigma I equal to 1 to infinity inner product X comma EI into EI be a projection. ഒരു പ്രൊജക്ഷൻ ആണ് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, എക്സിൻ്റെ പ്രൊജക്ഷൻ ഓൺ ടു എൽ. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എക്സ് ഈക്വൽ ടു ഇതാണോ എന്നുള്ളത്. പക്ഷേ ഇവിടെ അത് പറയാൻ പറ്റില്ല. കാരണം എക്സ് എച്ചിലാണുള്ളത്, എല്ലിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എൽ എന്ന് പറയുന്നത് സബ്സ്പേസ് ആണ്. എക്സ് എച്ചിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ EIs എന്തിൻ്റെ ബേസിസ് ആണ്? എല്ലിൻ്റെ ബേസിസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് വിചാരിച്ചാൽ എച്ചിൻ്റെ ബേസിസ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എച്ചിൻ്റെ ബേസിസ് ആക്കാവുന്നതാണ്. നമുക്ക് എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് തന്നത്. ഇതൊരു പ്രൊജക്ഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. എങ്ങനെ ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില തരികിടകൾ അപ്ലൈ ചെയ്യണം. ആദ്യം ഇന്നർ പ്രോഡക്റ്റ് ഓഫ് വൈ മൈനസ് എക്സ് കോമ EI അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ രണ്ടെടുത്താലും മതി കേട്ടോ. എക്സ് മൈനസ് വൈ കോമ EIയോ അല്ലെങ്കിൽ വൈ ഇന്നർ പ്രോഡക്റ്റ് വൈ മൈനസ് എക്സ് കോമ EI രണ്ടെടുത്താലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൻ്റെ സ്ഥാനത്ത് ഡെഫിനിഷൻ പ്രകാരം സിഗ്മ ജെ ഈക്വൽ ടു 1 to infinity ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ EJ ഇൻറ്റു EJ മൈനസ് എക്സ് കോമ EI അപ്ലൈ ചെയ്യും. അങ്ങനെ കൊടുക്കുമ്പോൾ ഡിയർ കുഞ്ഞാപ്പൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം അല്ലേ? EI EJ വരുന്നുണ്ട്. അപ്പോൾ സിഗ്മ ഇന്നർ പ്രോഡക്റ്റ് സിഗ്മ ജെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ EJ
ഇൻറ്റു ഇവിടെ ഇ ജെ ഉണ്ട്, ഇ ജെ കോമ ഇ ജെ, അത് കഴിഞ്ഞു. ഇനി ഇവിടെ മൈനസ് എക്സ് ആണ്, മൈനസ് അടുത്തത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ഇ ഐ. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക ഇ ഐ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇ ഐ ഈസ് ഇന്നർ പ്രോഡക്റ്റ് സിഗ്മ ജെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ഇ ജെ ടേക്ക് ഔട്ട് സൈഡ് സ്കേലാസ് ആണ്. അപ്പം സിഗ്മ ജെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ഇ ജെ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ഇ ജെ കോമ ഇ ഐ. അപ്പം മൈനസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ഇ ഐ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്നർ പ്രോഡക്റ്റ് ഇ ജെ കോമ ഇ ഐ എപ്പോഴും 0 ആയിരിക്കും. എപ്പം ജെ നോട്ട് ഈക്വൽ ടു ഐ ആണെങ്കിൽ, ജെയും ഐയും ഈക്വൽ ആണെങ്കിൽ, അതായത് ഇ ഐ കോമ ഇ ഐ ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ്, അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എന്തായിരിക്കും 1 ആണ്. കാരണം ഓർത്തോനോമൽ ബേസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്തോഗണൽ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, യൂണിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നോർമാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം നോർമൽ വെക്റ്റർ ആയിരിക്കും അത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഇ ഐയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു ടേം ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്തായിരിക്കും 0 ആയി മാറും. അപ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, ഇവിടെ 1 ആണ് കിട്ടുക. ഇ ഐയിൽ എന്താ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ഇ ഐ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ഇ ഐ കോമ ഇ ഐ, ഇത് 1 ആയി പോകും. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ഇ ഐ മൈനസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ഇ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അത് ഞാൻ മുക്കിയതാണ് കേട്ടോ, ഇതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്പ്. ഓക്കെ, അപ്പം ഈക്വൽ ടു 0. അപ്പം 0 ആയിട്ട് കിട്ടും. അപ്പം 0 കിട്ടുക എന്ന് പറയുമ്പം ഇന്നർ പ്രോഡക്റ്റ് 0 ആകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ എക്സ് മൈനസ് വൈ പെർപെൻഡിക്കുലർ ടു ഇ ഐ, അല്ലെങ്കിൽ വൈ മൈനസ് എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇ ഐ. ഓക്കെ, അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ്, അങ്ങനെ പറയുമ്പോൾ ഇ ഐ എന്ന് പറയുന്ന ആരാണ്, ഓർത്തോനോർമൽ ബേസിസ് ആണ്. ഏതിൻ്റെ, എല്ലിൻ്റെ ഓർത്തോനോർമൽ ബേസിസ് ആണ്. അങ്ങനെ വരുമ്പോൾ ഓർത്തോനോർമൽ ബേസിസ് ആകുമ്പോൾ ഇ ഐ സ്പാൻ ചെയ്യുന്ന കുഞ്ഞാപ്പുകളാണ് എല്ലിലുള്ള ടേം അല്ലേ. സ്പാൻ ഇ ഐ ആണ് എൽ എന്ന് പറയുന്നത്. അപ്പം എക്സ് മൈനസ് വൈ എല്ലിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, വെരി ഇമ്പോർട്ടൻറ്റ്. വൈ എവിടെയുള്ള ടേമാണ്, എല്ലിലുള്ള ടേമാണ്. അപ്പോൾ എക്സ് മൈനസ് വൈ പെർപെൻഡിക്കുലർ ആണ്, വൈക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ വേറെ ഏത് ടേം, എനി ടേം ഫ്രം എൽ എടുത്തിട്ടുണ്ട് എങ്കിലും അതൊക്കെ എന്താണ്, പെർപെൻഡിക്കുലർ ആയിരിക്കും എക്സ് മൈനസ് വൈക്ക് എന്ന് കിട്ടി. ഇനി നമുക്ക് പറയാനുള്ളത്, ഏതൊരു സെഡ് എടുത്തു, എൽ എന്നുള്ള വേറൊരു സെഡ് എടുത്തു, എടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ കോമ വൈ മൈനസ് സെഡ് എന്താണ് പ്രത്യേകത എന്ന് നോക്കുക. തരികിട അപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ ആദ്യം എഴുതുക, ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ. പിന്നെ അടുത്തത് എക്സ് കോമ സെഡ് വരുന്നുണ്ട്, മൈനസ് ആണ്, മൈനസ് പുറത്തെടുക്കുക. അപ്പം മൈനസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ സെഡ്. ഇനി അടുത്ത കുഞ്ഞാപ്പു എന്ന് പറയുന്നത് മൈനസ് വൈനെ കൊണ്ട് ഇതിനെയും ചെയ്യണം. അപ്പം മൈനസ് ഉണ്ട്, മൈനസ് പുറത്തെടുത്തു. ഇന്നർ പ്രോഡക്റ്റ് എന്ത് വരും, വൈ കോമ വൈ വരും, വൈ കോമ വൈ. ഇനി അടുത്തത് മൈനസ് പുറത്തെടുക്കണം. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, പ്ലസ് വൈ കോമ സെഡ്, ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ സെഡ്. ഓക്കെ, ഇനി ഇതിനൊന്ന് മാറ്റാം. വൈയിലുള്ള ടേമുകൾ എത്ര ഉണ്ട്, ഒരേ മോഡലിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ വൈയിലുള്ള 2 എണ്ണം ഉണ്ട്, സെഡിലുള്ള 2 എണ്ണം. ഒന്ന് ഒരുമിപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ മൈനസ് വൈ കോമ വൈ അല്ലേ, ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ വൈ. ഇനി അടുത്തത് മൈനസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ സെഡ് പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് വൈ കോമ സെഡ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്കൊന്ന് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇന്നർ പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ അല്ലേ, എക്സ് മൈനസ് വൈ കോമ വൈ എന്ന് എഴുതാം. ഇന്നർ പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ കോമ വൈ എന്ന് എഴുതാം. ഇവിടെ മൈനസ് ഇവിടെ മാറ്റാം, എക്സ് മൈനസ് എക്സ് പ്ലസ് വൈ, അതായത് മൈനസ് വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. വൈ മൈനസ് എക്സ് കോമ സെഡ് കോമൺ ആയതുകൊണ്ട് സെഡ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് മൈനസ് വൈ ഈസ് പെർപെൻഡിക്കുലർ ടു എൽ, അതായത് വൈ എല്ലിലുള്ള ടേമാണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഈസ് പെർപെൻഡിക്കുലർ ആണ്, ഫോർ ഇന്നർ പ്രോഡക്റ്റ് 0 ആവും. അതുപോലെ തന്നെ വൈ മൈനസ് എക്സിനെ എക്സ് മൈനസ് വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ വൈ മൈനസ് എക്സ് എന്ന് എഴുതിയാലും പ്രശ്നമില്ല, പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണ്. അല്ലെങ്കിൽ നമുക്ക് വൈ മൈനസ് എക്സിനെ എക്സ് മൈനസ് വൈ, അപ്പോൾ മൈനസ് പുറത്തെടുത്തു. ഇന്നർ പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ കോമ സെഡ്. എക്സ് മൈനസ് വൈ ഈസ് പെർപെൻഡിക്കുലർ ടു എൽ, അതായത് സെഡ് എല്ലിലുള്ള ടേമാണ്. അപ്പം ഇന്നർ പ്രോഡക്റ്റ് ഈക്വൽ ടു 0. ഫോർ യു വിൽ ഗെറ്റ് എന്താണ് കിട്ടിയത്, ഇന്നർ പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ അല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്നർ പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ കോമ y minus z equal to 0. That means അതിൻ്റെ മീനിങ് എന്താ, എക്സ് മൈനസ് വൈ
പെർപെൻഡിക്കുലർ ആണ്, വൈ മൈനസ് സെഡിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് കിട്ടി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ പൈതഗോറിയൻ പ്രിൻസിപ്പിൾ, കാരണം രണ്ട് ടേമുകൾ, രണ്ട് വെക്ടേഴ്സുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ പൈതഗോറിയൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു പൈതഗോറിയൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? നോം ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ, നോം ഓഫ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ പ്ലസ് നോം വൈ സ്ക്വയർ. അതാണ് അല്ലേ, ലംബം സ്ക്വയർ പ്ലസ് കർണം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ, അതല്ലേ? അല്ലെങ്കിൽ എ സ്ക്വയർ അല്ലെ, സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതും മതി അല്ലേ, ആ കൺസെപ്റ്റ്സ് വരുന്നത്. അതായത് നോം ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ് സ്ക്വയർ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കുഞ്ഞാപ്പുകൾക്ക് മാത്രമേ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. നോം ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു നോം ഓഫ്, ഇവിടെ ഒരു ടേമുള്ള എക്സ് മൈനസ് വൈ, നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് നോം ഓഫ് വൈ മൈനസ് സെഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? നോം ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് നോം ഓഫ് വൈ മൈനസ് സെഡ് സ്ക്വയർ. ഓക്കെ, അപ്പം ഇനി ഈ കുഞ്ഞാപ്പുവിനെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? എക്സ് മൈനസ് വൈ പ്ലസ് വൈ, മൈനസ് വൈ പ്ലസ് വൈ ക്യാൻസൽ, അപ്പോൾ എക്സ് മൈനസ് സെഡ് ആയി മാറും. നോം ഓഫ് എക്സ് മൈനസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ഇവിടെ സെയിം തന്നെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി. ഇനി സെഡ് എവിടെയുള്ള എല്ലിലുള്ള ജനറൽ കേസാണ്. അതായത് നമുക്ക് കിട്ടി കഴിഞ്ഞു ഇൻഫിമം ഓഫ് നോം ഓഫ് എക്സ് മൈനസ് സെഡ്, വൈയും സെഡിലുള്ള എല്ലിലുള്ള എലമെൻ്റാണ്, സെഡ് ബിലോങ്സ് ടു എൽ. ഇതിൻ്റെ ഇൻഫിമം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നോം ഓഫ് ഏതൊരു സെഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനെന്തെന്ന് എഴുതാൻ പറ്റും? നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് നോം ഓഫ് വൈ മൈനസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ആ വരുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എക്സ് മൈനസ് വൈ കോമൺ ആണ്, എല്ലാത്തിലും വരും, എന്നിട്ടാണ് വൈ മൈനസ് സെഡ് സ്ക്വയർ വരുന്നത്. അപ്പം ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും ഇൻഫിമം ഇതിൽ നിന്ന് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇൻഫിമം ആവുകയാണെന്ന് പറയുമ്പം 0 ആയിരിക്കും വൈ മൈനസ് സെഡ് വരിക. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആരെന്നാണ് വരിക? നോം ഓഫ് എക്സ് മൈനസ് വൈ എന്നാണ് ഇവിടുത്തെ ഇൻഫിമം. അതായത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആരെന്നാണ്? വൈ എന്നാണ് എന്ന് കിട്ടി. ആർ യു അണ്ടർസ്റ്റുഡ്? അതായത് റോ ഓഫ് എക്സ് കോമ എൽ എന്ന് പറഞ്ഞാൽ നോം ഓഫ് എക്സ് മൈനസ് വൈ ആണ്. വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ 1 ടു ഇൻഫിനിറ്റി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ഇ ഐ ഇൻറ്റു ഇ ഐ ആണ്. ഓക്കെ, വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് കിട്ടി ഇവിടെ വൈ ഈസ് ഈക്വൽ ടു പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു എൽ എന്ന് കിട്ടിക്കഴിഞ്ഞു. അറിയണ്ട. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രൊജക്ഷൻ, എങ്ങനെയാണ് പ്രൊജക്ഷൻ ഒരു കോൺവെക്സ് സെറ്റിൽ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഹിൽബർട്ട് സ്പേസിലെ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റിൽ എങ്ങനെ കിട്ടും പ്രൊജക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതായത് എം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റാണ്, കോൺവെക്സ് ക്ലോസ്ഡ് സെറ്റ്. അപ്പോൾ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റാണ്. അതുപോലെ തന്നെ റോ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് എമ്മിലേക്കുള്ള, എക്സിൽ നിന്നും എമ്മിലേക്ക്. എക്സ് എവിടെയുള്ള എലമെൻ്റാണ്? ഹിൽബർട്ട് സ്പേസിലെ എച്ചിലുള്ള എലമെൻ്റാണ്. അങ്ങനെയാണ് എങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ദർ എക്സിസ്റ്റ് ഒരു കുഞ്ഞാപ്പുണ്ടായിരിക്കും, വൈ എന്ന് പറയുന്ന ഒരു കുഞ്ഞാപ്പുണ്ടായിരിക്കും. ആ വൈ പ്രൊജക്ഷൻ ആയിരിക്കും. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് എക്സ് ഓൺ ടു എം ആയിരിക്കും, യുണീക്ക് ആയിരിക്കും എന്നും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ റോ ഓഫ് എക്സ് കോമ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു എം എന്ന് പറയുന്നത് നോം ഓഫ് എക്സ് മൈനസ് വൈ ആയിരിക്കും. അങ്ങനെ ഒരു വൈ അവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലോസ്ഡ് സെറ്റിൽ മാത്രമേ നമുക്കത് പോസിബിൾ ആവുള്ളൂ. ഓപ്പൺ സെറ്റിൽ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമുക്ക് ഒരു എലമെൻ്റ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ കഴിയില്ല മോർ ആക്യുറേറ്റ് ആയിട്ട് അല്ലേ. അപ്പോൾ പ്രൂഫ് വൈ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് എമ്മിൽ. അങ്ങനെ ആകുമ്പം അതുപോലെ തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ത് കണ്ടീഷൻ? നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ കൺവേർജസ് ആണ്. നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ അങ്ങനത്തെ ഒരു വൈ എൻ എന്ന് പറയുന്ന സീക്വൻസ് എടുക്കുകയാണ്. നോം ഓഫ് എക്സ് എൻ മൈനസ് വൈ എൻ കൺവേർജസ് ടു റോ ഡിസ്റ്റൻസിനെ ഞാൻ ഡി എന്ന് എടുക്കുകയാണ്. റോ ഓഫ് എക്സ് മൈനസ് എക്സ് കോമ എം. റോ ഓഫ് എക്സ് കോമ എം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ഫ്രം എക്സ് ടു എം, അതായത് ഇൻഫിമം ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഓക്കെ, ഇൻഫിമം ഓഫ് നോം എക്സ് മൈനസ് ഡബ്ല്യു. ഓക്കെ, ഡബ്ല്യു ബിലോങ്സ് ടു എം കേട്ടോ.
അപ്പം ഡിയിലേക്ക് കൺവേ ചെയ്യുന്ന ഡി എന്ന് ഇനി ഞാൻ പറയുള്ളൂ. നോം ഓഫ് എക്സ് മൈനസ് വൈ എൻ കൺവേ ചെയ്യുന്ന ഡിയിലേക്കാണ്. അങ്ങനത്തെ വൈ എൻ ഒരു സീക്വൻസ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഈ വൈ എൻ എന്താണ്, ഒരു കോച്ചി സീക്വൻസ് ആണ് എന്ന് പറയും. അങ്ങനെ കോച്ചി സീക്വൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, എച്ചിലുള്ള കോച്ചി സീക്വൻസ് ഒക്കെ എന്താണ്, കൺവേർജൻ്റ് ആണ്. ഓക്കെ, എന്തുകൊണ്ട്? കാരണം എച്ച് ഈസ് കംപ്ലീറ്റ്. ഓക്കെ, ഹിൽബേർട്ട് സ്പേസ് ആണ്. ഹിൽബേർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് നോംഡ് സ്പേസ് ദാറ്റ് നോം ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ കോച്ചി സീക്വൻസ് ആണ് എന്ന് പറയണം. വൈ എൻ കോമ വൈ എം എടുത്തു ഫോർ എൻ കോമ എം ബിലോങ്സ് ടു എൻ. അങ്ങനെ എടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ കയ്യിലൊരു പാരലലോഗ്രാം ലോ അല്ലേ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ 2 ഇൻറ്റു നോം എക്സ് മൈനസ് വൈ എൻ സ്ക്വയർ പ്ലസ് നോം എക്സ് മൈനസ് വൈ എം സ്ക്വയർ എന്തായിരിക്കും, ബൈ ദി ഡെഫിനിഷൻ പ്രകാരം നോം എക്സ് മൈനസ് വൈ എൻ പ്ലസ് എക്സ് മൈനസ് വൈ എം സ്ക്വയർ. അടുത്തത് നോം എക്സ് മൈനസ് വൈ എൻ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ എം സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, അത് വിട്ടുപോയിട്ടുണ്ട്. സ്ക്വയർ ഉണ്ട് കേട്ടോ, സോറി, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇതുപോലെ തന്നെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എക്സ് പ്ലസ് എക്സ് 2x, അപ്പോൾ നോം ഓഫ് 2x മൈനസ് വൈ എൻ മൈനസ് വൈ എം ടേക്ക് ഔട്ട് സൈഡ് മൈനസ്, അപ്പം മൈനസ് വൈ എൻ പ്ലസ് വൈ എം സ്ക്വയർ. അടുത്തത് എക്സ് മൈനസ് എക്സ് ക്യാൻസലായിപ്പോവും. അപ്പം മൈനസ് വൈ എൻ പ്ലസ് വൈ എം, അതായത് നോം ഓഫ് വൈ എൻ മൈനസ് വൈ എം എന്നോ അല്ലെങ്കിൽ എന്തെന്ന് എഴുതിയാലും വേണ്ടില്ല, നോം ഓഫ് വൈ എം മൈനസ് വൈ എന്നോ അല്ലെങ്കിൽ വൈ എൻ മൈനസ് വൈ എം എന്നോ എഴുതാം. കാരണം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, ഇതെപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇങ്ങനെ കിട്ടും അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന തരികിട, ഇവിടെ ചില ഐഡിയകൾ അപ്ലൈ ചെയ്യാണ്. ഇവിടെ 2 ഉണ്ട്. 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പം കോമൺ ഇതിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു നോം എക്സ്. ഇവിടുന്ന് 2 പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വരിക, വൈ എൻ പ്ലസ് വൈ എം ബൈ 2 വരും അല്ലേ സ്ക്വയർ. ഇവിടെ അങ്ങനെ തന്നെ കുഞ്ഞാപ്പ് സെയിം തന്നെ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് അറിയുന്നത് എന്താണ്, എക്സ് മൈനസ് വൈ എം കൺവേർജ് ചെയ്യുന്നു. നോം ഓഫ് എക്സ് മൈനസ് വൈ എം കൺവേർജ് ചെയ്തിട്ടുണ്ട് ഡെഫിനിഷൻ പ്രകാരം, ഡിയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈ എമ്മും ഒരു ടേം തന്നെയാണ്, വൈ എന്നിൻ്റെ ഒരു സീക്വൻസ് തന്നെയാണ്. അപ്പോൾ നോം ഓഫ് എക്സ് മൈനസ് വൈ എമ്മും കൺവേർജ് ചെയ്യും ഡിയിലേക്ക്. എന്നും എമ്മും ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. വൈ എൻ പ്ലസ് വൈ എം ബൈ 2 എന്താ കുഞ്ഞാപ്പ്, അത് എവിടെ ഉള്ള ആളാണ്, എമ്മിൽ തന്നെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് എമ്മിൽ ഉണ്ടാവാൻ കാരണം നമുക്കറിയാം എം ഈസ് കോൺവെക്സ് ആണ്. കോൺവെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു 2 എലമെൻറ്റുകൾ എടുത്തു, എക്സും വൈ എന്ന് പറയുന്ന 2 എലമെൻറ്റുകൾ എടുത്താൽ അല്ലേ, ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ വൈ എവിടെ ഉണ്ടായിരിക്കും, എമ്മിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അതിനെ നമ്മൾ കോൺവെക്സ് സെറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ അത് പ്രകാരം ഇവിടെ ലാംഡക്ക് പകരം 1/2 ആണ്. അപ്പം 1/2 ലാംഡ അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു 1/2. അങ്ങനെ വരുമ്പം 1/2 വൈ എം പ്ലസ് 1 മൈനസ് 1/2 വൈ എം, അതായത് 1/2 വൈ എം പ്ലസ് 1/2 വൈ എം അല്ലേ. അതായത് വൈ എൻ പ്ലസ് വൈ എം ബൈ 2 ബിലോങ്സ് ടു എവിടെ ഉണ്ടായിരിക്കും, എമ്മിലുണ്ടായിരിക്കും. എന്തുകൊണ്ട്, കോൺവെക്സ് സെറ്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൊണ്ടും അതിൻ്റെ ആവറേജ് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം നോം ഓഫ് എക്സ് മൈനസ് വൈ എം പ്ലസ് വൈ എം ബൈ 2 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി. ഡിനെയും കാട്ടിലും ഒന്നെങ്കിൽ ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകും തരികിട RHS പാരലലോഗ്രാം ലോയിലെ RHS ഭാഗം എടുത്തു. അങ്ങനെ വരുമ്പോൾ RHS ഭാഗം പ്രകാരം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോം ഓഫ് എക്സ് എൻ മൈനസ് വൈ എൻ ഡിയിലേക്ക് കൺവേ ചെയ്യും. അപ്പം നമുക്ക് 2 ഇൻറ്റു അല്ലേ, ഇതിൻ്റെ സ്ഥാനത്ത് ഡി കൊടുക്കുക. അപ്പം ഡി സ്ക്വയർ അല്ലേ. അപ്പം ഇവിടെ ഡി സ്ക്വയറിലേക്ക് കൺവേ ചെയ്യും. അതുപോലെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിയിലേക്ക് കൺവേ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ സ്ഥാനത്തും ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആസ് എം കോമ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴാണ് കേട്ടോ. അതൊക്കെ ഇതും എം കോമ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴാണ്. അപ്പോൾ ഇത് ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2d സ്ക്വയർ, ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4d സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ LHS നമുക്ക് 4d സ്ക്വയർ കിട്ടി. അതൊരു ഈക്വാലിറ്റിയാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
വെരി ഇമ്പോർട്ടൻറ്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ RHS ഭാഗം 4 ഇൻറ്റു നോം എക്സ് മൈനസ് YN പ്ലസ് YM/2 ഹോൾ സ്ക്വയർ പ്ലസ് നോം YN മൈനസ് YM സ്ക്വയർ. ഇനി ഈ MN ടെൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 4D സ്ക്വയർ പ്ലസ് ലിമിറ്റ് M, N ടെൻസ് ഇൻഫിനിറ്റി നോം ഓഫ് YN മൈനസ് YM സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളുടെ പാരലലോഗ്രാം ലോയിൽ LHS ഈക്വൽ ടു RHS ആണ്. പക്ഷേ ഇവിടെ മറ്റേ ഭാഗത്ത് LHS എന്താണ് 4D സ്ക്വയർ ആണ്. ഇവിടെയും 4D സ്ക്വയർ പ്ലസ് മറ്റേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഉള്ള ഒരൊറ്റ പോസിബിലിറ്റി 4D സ്ക്വയർ ഇതെന്തായിരിക്കണം 0 ആയിരിക്കണം നമ്മളുടെ കൺസെപ്റ്റ്സ് പ്രകാരം. ഇത് ഈക്വാലിറ്റി പാരലലോഗ്രാം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ഇത് ഈക്വലാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഗ്രേറ്റർ ദാൻ ആണ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമാണ്. അത് 4D സ്ക്വയർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു, ഇത് 4D സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെയും 4D സ്ക്വയർ ആയിരിക്കും. ദാറ്റ് മീൻസ് 4D സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഈ ലിമിറ്റ് ഇത് ടെൻസ് ടു എന്തായിരിക്കും 0യിലേക്ക് കൺവേ ചെയ്യണം. ദാറ്റ് ഈസ് നമുക്കറിയാം നോം ഓഫ് YN മൈനസ് YM ടെൻസ് ടു 0 ആസ് M, N ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതാണ് നമുക്ക് എന്തിനു വേണ്ടി കിട്ടേണ്ടത്, കോച്ചി സീക്വൻസ് ആണ് എന്ന് കിട്ടേണ്ടത്. അപ്പോൾ എന്തായെന്ന് കിട്ടി, YN എന്ന് പറയുന്ന സീക്വൻസ് ഒരു കോച്ചി സീക്വൻസ് ആണ്. ഹിൽബർട്ട് സ്പേസ് YN എമ്മിലുള്ള സീക്വൻസ് ആണ്. പക്ഷേ YN എവിടെ ഉണ്ടായിരിക്കും, എമ്മിലുണ്ടെങ്കിൽ ഈ ക്ലോസ്ഡ് സബ്സ്പേസ് ആണ്, സബ്സെറ്റാണ് ഏതിൻ്റെ Hൻ്റെ. അപ്പം Hലുണ്ടായിരിക്കും. H എന്താണ് വേറൊരു പ്രത്യേകത, കംപ്ലീറ്റ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവരി കോച്ചി സീക്വൻസ് കൺവേർജ് അല്ലേ. അപ്പം ലിമിറ്റ് YN ഈക്വൽ ടു Y എന്ന് പറയുന്ന ഒരു എലമെൻറ്റിലേക്ക് Hലെ ഒരു എലമെൻറ്റിലേക്ക് കൺവേ ചെയ്യുന്ന കിട്ടി. ആ കൺവേ ചെയ്യുന്ന കിട്ടിയതിന് മാത്രമല്ല അത് കാരണം എവരി ലിമിറ്റ് പോയിൻ്റ് എന്തായിരിക്കും യുണീക്ക് ആയിരിക്കും അല്ലേ. അപ്പം അതുപോലെ തന്നെ എമ്മിനൊരു പ്രത്യേകത കൂടിയുണ്ട്, ക്ലോസ്ഡ് ആണ്. YN എന്ന് പറയുന്ന സീക്വൻസ് എമ്മിലുള്ള സീക്വൻസ് ആണ്. അപ്പം ലിമിറ്റ് പോയിൻ്റ് എവിടെ ഉണ്ടായിരിക്കണം, YN ഉണ്ടായിരിക്കണം. അതായത് ലിമിറ്റ് എവിടെ ഉണ്ടായിരിക്കണം, YN എമ്മിലുണ്ടായിരിക്കണം. അപ്പം ലിമിറ്റ് YN എന്ന് പറയുന്ന അപ്പോൾ അതാരാണ് Y എവിടെ ഉണ്ടായിരിക്കും, എമ്മിലുണ്ടായിരിക്കും. ഹെൻസ് ദി പ്രൂഫ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.